സന്തോഷ വാർത്ത. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നു. ഇറാനും അമേരിക്കയും ഈ ആഴ്ച ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ഇതോടെയാണ് ഈ നിർണായക സമുദ്രമാർഗം വീണ്ടും സജീവമായത്. എന്നാൽ ഒരു മോശം വാർത്തയുമുണ്ട്. വൈകിയെടുത്ത തീരുമാനമാണിത്. എന്താണ് കാരണം എന്ന് നോക്കാം. കഴിഞ്ഞ 4 മാസമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ലോക വിപണിയിലേക്ക് എത്തുന്നില്ല. യുദ്ധം നടക്കുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണ ലഭ്യത വളരെ കുറവായിരുന്നു. വിദഗ്ധർ നൽകുന്ന കണക്കുകൾ പ്രകാരം ആകെ 115 കോടി ബാരൽ എണ്ണയുടെ ലഭ്യതക്കുറവാണ് ലോക വിപണിയിലുണ്ടായത്. വലിയൊരു പ്രതിസന്ധിയാണ് ഇത് ലോകത്തിന് നൽകിയത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ എണ്ണ പ്രതിസന്ധി അതിതീവ്രമായി. അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ എണ്ണ ശേഖരം 1990-ന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലായി. അമേരിക്കയുടെ എണ്ണ ശേഖരം 43 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്കും വന്നു. ഇക്കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറയുകയും ചെയ്തു. വലിയ പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. 4 ആഴ്ചയ്ക്കുള്ളിൽ യുഎസിന്റെ കരുതൽ ശേഖരങ്ങൾ തീരുമെന്നാണ് G7 ഉച്ചകോടിക്കിടെ ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ ഹോർമുസ് തുറന്നു. ഇനി പ്രതിസന്ധി മാറുമോ? ഇല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. കടലിടുക്ക് തുറന്നത് കൊണ്ട് മാത്രം ഗൾഫിൽ നിന്നുള്ള എണ്ണ ഉടൻ ലോക വിപണിയിൽ എത്തില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിനാൽ നിലവിൽ അസംസ്കൃത എണ്ണ സംഭരണികളിലേക്കുള്ള എണ്ണ ശേഖരം തീരും മുൻപ് എണ്ണ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. അതിനാൽ എണ്ണ വില വീണ്ടും ഉയരേണ്ട സാഹചര്യം വന്നേക്കാമെന്നും വിലയിരുത്തലുണ്ട്. ഇറാനുമായുള്ള ധാരണാപത്രം പ്രാബല്യത്തിൽ വന്നതോടെ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഏപ്രിൽ മധ്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $126.41 എന്ന ഉയർന്ന നിലയിൽ നിന്ന് $80 താഴെയെത്തി. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ലോക വിപണിയിൽ എണ്ണ ശേഖരം ധാരാളം ഉണ്ടായിരുന്നു. പ്രതിസന്ധിയെ നേരിടാൻ കഴിയുന്ന അളവിൽ ശേഖരം ഉണ്ടായിരുന്നു. എന്നാൽ ആ അധിക ശേഖരം ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായി. പകരം വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്ന രീതിയിൽ എണ്ണ ശേഖരത്തിൽ കുറവ് വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ലോകത്തിന്റെ എണ്ണ ശേഖരം 19 കോടി ബാരൽ കുറഞ്ഞു. അമേരിക്കയിലെ ഒക്ലഹോമയിലെ കുഷിംഗ് എണ്ണ കേന്ദ്രം പ്രവർത്തന പ്രതിസന്ധി നേരിടുന്ന നിലയിലെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന പ്രധാന കേന്ദ്രമാണിത്. കുഷിംഗിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങളും സമാനമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എണ്ണ ലഭിക്കാതെയാകും. G7 ഉച്ചകോടിയിൽ ട്രംപ് പറഞ്ഞു. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ വലിയ സാമ്പത്തിക ദുരന്തം സംഭവിക്കുമായിരുന്നു എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എണ്ണവില വീണ്ടും ഉയരുമോ? ഹോർമുസ് കടലിടുക്ക് തുറന്നത് കൊണ്ട് മാത്രം ലോകത്തിന്റെ എണ്ണ സംഭരണ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടില്ല. എണ്ണയുടെ സാധാരണ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയുടെ തുടക്കം മാത്രമാണത്. കടലിടുക്കിൽ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യണം. ഒഴിഞ്ഞ ടാങ്കറുകൾ വീണ്ടും മേഖലയിലേക്ക് മടങ്ങിയെത്തണം. എണ്ണ ഉൽപാദനം പുനരാരംഭിക്കണം. പിന്നീട് എണ്ണ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ദീർഘയാത്ര നടത്തിയെത്തണം. ഇപ്പോൾ മനസ്സിലായില്ലേ ആ പ്രതിസന്ധിയുടെ ആഴം? ഇതൊന്നും വേഗത്തിൽ നടക്കില്ല. സാധാരണ നിലയിലേക്കുള്ള തിരിച്ചുവരവിന് മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ ആഗോള വിപണി വീണ്ടും സാധാരണ നിലയിലാകുന്നതുവരെ നിലവിലുള്ള ശേഖരങ്ങളെയാണ് ആശ്രയിക്കേണ്ടി വരിക. ഇതുകൊണ്ട് തന്നെ വിദഗ്ധർ പറയുന്നത് എണ്ണവില ഇപ്പോൾ ഏറെ താഴെയാണെന്നും സംഭരണികൾ പൂർണ്ണമായും ഒഴിഞ്ഞാലുണ്ടാകുന്ന അപകട സാധ്യത വിപണി വേണ്ടത്ര കണക്കിലെടുക്കുന്നില്ല എന്നുമാണ്. എല്ലാവരും യുദ്ധം കഴിഞ്ഞുവെന്ന് കരുതുകയാണ്. പക്ഷേ പഴയ നിലയിലേക്ക് മടങ്ങാൻ വലിയ വെല്ലുവിളികൾ ഉണ്ടെന്നും വിദഗ്ധർ പറയുന്നു. എണ്ണവില വീണ്ടും ഉയരാമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.